അറിയപ്പെടുന്നവരെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങളൊക്കെ സാധാരണ ശുശ്രൂഷകരാണ്, സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട സാധാരണക്കാരാണ്. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മോനെ 1 വയസ്സുള്ളപ്പോഴാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. ആമേൻ. അപ്പോൾ അവനോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസ് ആയിരുന്നു. നിങ്ങളെന്ന് എഴുന്നേറ്റ് എന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരു സീരിയസ് ആയിട്ടുള്ളൊരു പ്രയറിലേക്ക് കയറി നമ്മൾ പ്രാർത്ഥിച്ച് നിർത്താൻ പോകുകയാണ്. തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവർ, ഇതൊരു സീരിയസ് മാറ്ററാണ്. ഞങ്ങൾ എവിടെ ചെല്ലുമ്പോഴും ഏറ്റവും അധികം വേദനയോടെ ഞങ്ങളുടെ അടുത്ത് വരുന്നത് കുഞ്ഞുങ്ങളാണ്. അതിന് ഉത്തരവാദി ആരെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ തിരിച്ചറിയുക, അവർ ചെയ്ത തെറ്റ് നിമിത്തമല്ല അവരനുഭവിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഒരു സ്പിരിച്വൽ ഫാമിലി എങ്ങനെ ആയിരിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിനകത്ത് പറയുന്നുണ്ട്. ആമേൻ. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ പോകുകയാണ് നമ്മൾ. എൻ്റെ കുഞ്ഞ് ഉദരത്തിലിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞതാണ്, ഇവൻ വിദേശത്ത് പോയി പഠിക്കും. ആമേൻ. അവനോട് ഞങ്ങളങ്ങനെ കുഞ്ഞു പ്രായം മുതലേ പറയുകയും അവനത് പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ. 2 കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലും കർത്താവ് ഇടപെട്ടത്. ആമേൻ. സ്തോത്രം. പലരും വിദേശത്ത് പോയി പഠിക്കുന്നതിനും വിദേശത്ത് പോകുന്നതിനൊക്കെ എതിര് പറയുന്ന പാസ്റ്റർമാരും മറ്റുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര ബോധ്യമാണ്, കർത്താവ് അയക്കുന്നെങ്കിൽ ആ രാജ്യത്തിന് അവരെ വേണ്ടതുകൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവമായിട്ടൊരു വഴി അങ്ങനെ തുറക്കത്തില്ല. സമ്പത്തും പണവും ഒക്കെ ഉണ്ടായിട്ട് അയക്കുന്നവരെ കുറിച്ചല്ല ഞാൻ എൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ലാതിരിക്കുമ്പോഴാണ്, ആമേൻ സ്തോത്രം, എനിക്കതിനുള്ള ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോൾ +2 കഴിഞ്ഞപ്പോൾ, ആമേൻ സ്തോത്രം, കർത്താവിനെ കുറിച്ച് പറഞ്ഞവൻ കാനഡയിൽ പോയി പഠിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒരു വഴിയില്ല. ആമേൻ സ്തോത്രം. ഒരു വഴിയുമില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു വഴിയുമില്ല. സ്തോത്രം. മാതാപിതാക്കളോടുള്ള ധൈര്യത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ആമേൻ സ്തോത്രം. എൻ്റെ കുഞ്ഞിന്ന് കാനഡയിലാണ്. അവൻ പോയിട്ട് 4 വർഷം കഴിഞ്ഞു. പഠനം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ജോലിക്ക് കയറി. ആമേൻ. എന്നെ സംബന്ധിച്ച്, എന്നെക്കുറിച്ച് എൻ്റെ സ്നേഹിതന്മാരായ പാസ്റ്റർമാർ പറയുന്നൊരു കാര്യമുണ്ട്, അജിത് പാസ്റ്ററുടെ മോൻ കാനഡയ്ക്ക് പോയോ? അങ്ങനെ നിങ്ങളെക്കുറിച്ചും പറയിക്കണമെങ്കിൽ ദൈവം പറഞ്ഞ പ്രോമിസിനെ വിശ്വസിക്കുക. കേട്ടോ പാസ്റ്ററെ? വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. കാനഡയിൽ പോയി പഠിക്കുന്നതിൻ്റെ വലിപ്പമല്ല ഞാൻ പറഞ്ഞത്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അതിന് നമുക്ക് വഴികളൊന്നും ഇല്ലെന്ന് നമ്മൾ ആദ്യം അറിയുക. ഞങ്ങളെന്നും പ്രാർത്ഥിക്കുമ്പോൾ പറയുന്നൊരു പ്രാർത്ഥന വാചകമാണ്, ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടേതല്ല, ഇത് കർത്താവിൻ്റെ മക്കളാണ്. ഇവരുടെ ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. ഇവരെ ഞങ്ങൾ പരിമിതപ്പെടുത്തത്തില്ല. നമ്മുടെ മക്കളെ ഒരിക്കലും നമ്മളായിട്ട് പരിമിതപ്പെടുത്തരുത്. അവരെ ദൈവരാജ്യത്തിന് വേണ്ടിയും കർത്താവിന് വേണ്ടിയും എറിഞ്ഞു കൊടുക്കുക. അവരെവിടെ വരെയും പോകണമെങ്കിലും പോകട്ടെ. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക. ഹല്ലേലൂയ. ഇനി പകലിൽ ഉറപ്പ്